എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പേര് ജവഹർ ബാൽ മഞ്ച് എന്നാണ്. അതിൻ്റെ ദേശീയ ചെയർമാനായി ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടികൾക്ക് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ വലിയ ആശയങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതലയാണ് എനിക്ക് പാർട്ടി നൽകിയിരിക്കുന്നത്. 2 ദിവസമായി ഇവിടെ ഇരിക്കുന്ന വേലായുധൻ കുട്ടിച്ചേട്ടനും ഞാനുമായി ഒരു 10-20 വർഷക്കാലത്തെ ബന്ധമാണ്. ഞങ്ങളൊക്കെ ഈ പാർട്ടിയിലെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ ഈ കർട്ടൻ്റെ പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവിടെ മുന്നിൽ നിന്നുകൊണ്ട് നന്നായി പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ അല്പം മുമ്പ് കണ്ട റോജിയും അതോടൊപ്പം തന്നെ കുമാരി രമ്യ ഹരിദാസുമൊക്കെ. രമ്യ എന്നെക്കുറിച്ച് പറഞ്ഞത് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ അത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല. കുട്ടികൾക്ക് വേണ്ടി കവിതകൾ എഴുതുകയും പാടുകയും ഒക്കെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാനതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരൻ ബാപ്പുട്ടിക്ക വിജയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. എനിക്ക് നിങ്ങളോടൊരു ചോദ്യമാണ് ആദ്യം ചോദിക്കാനുള്ളത്. ചോദ്യം വളരെ ലളിതമാണ്. ഈ രാജ്യത്ത് എത്ര മതങ്ങളുണ്ട്? നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. രാജ്യത്ത് എത്ര മതമുണ്ട്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്നോടത് ചോദിക്കാം. നീ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു? ഇസ്ലാം. മുസ്ലിം എന്നൊരു മതമില്ല, ഇസ്ലാം. ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ കൂടെ വന്ന മാത്യു സാർ ഏത് മതത്തിലെന്നറിയോ? അദ്ദേഹം ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ആകപ്പാട് 3 മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഈ കുടുംബസംഗമത്തിൽ രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ പോരല്ലോ. അത്യാവശ്യം ചില കാര്യങ്ങൾ കൂടി പഠിക്കണം. 3 ഉള്ളൂ രാജ്യത്ത്. 4മതൊന്നുകൂടി പറയാമോ? മിടുക്കം. ഇവിടെ എനിക്കറിയാം, ഇവിടെയുള്ളവരൊക്കെ മിടുക്കരാണ്. പറയാനുള്ളൊരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ. തുടക്കം പിള്ളേർ പറഞ്ഞാൽ മതി. നീ പറയും. അവൻ പറഞ്ഞ കേട്ടില്ലേ? ഹിന്ദു മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം. ഇനിയോ? നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8. നിന്നെ 7ലേക്ക് തരം താഴ്ത്താൻ പോവാണ്. ചുമ്മാ പറഞ്ഞ കേട്ടാ. ഞാൻ ഈ വലിയ കുട്ടികളെ പഠിപ്പിക്കുന്നൊരു സാർ കൂടിയാണ്. എന്നാലും നീ ഒന്ന് ആലോചിക്ക്. ആർക്ക് പറയാം 4മത്തെ മതത്തിൻ്റെ പേര്? ജൈനമതം. ഇവിടെ നിങ്ങളുടെ മാടമ്പിക്ക് ഇതൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജൈനമതം. ആരോ പറഞ്ഞു സിഖ് മതം. ഇതൊക്കെ പഠിക്കണം കേട്ടോ. നമ്മൾ കോൺഗ്രസ് അല്ലേ? അപ്പം എത്ര എണ്ണായി? സിഖ്, ബുദ്ധൻ, പാഴ്സി. അപ്പം 6 ഇല്ലേ? ഹിന്ദുമതം, ജൈനമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ക്രിസ്തുമതം, പാഴ്സി മതം. 6. ഇനിയോ? 7മത്തത് ഞാൻ പറയാം. സൊറാസ്ട്രിയൻ. 8മത്തത് കൂടെ പറയാം. ജൂതമതം. 9മത്തത് കൂടി പറയാം. ബഹായി മതം. 10മത്തത് കൂടി പറയാം. അനിമിസം, അതായത് ആദിവാസികൾ വിശ്വസിക്കുന്ന മതം. ഇത്രയും മതം ഈ രാജ്യത്തിനുണ്ടെങ്കിലും രാജ്യത്തിന് ഒരു ഔദ്യോഗിക മതമില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസമായി താമസിക്കുന്നത് മാത്യു സാറിൻ്റെ വീട്ടിലാണ്. മാത്യു സാറ് ഇവിടെ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അധ്യാപികയാണ്, മെർലിൻ. 2 മക്കളുണ്ട്. ഈ 2 പേരും എനിക്ക് വേണ്ടുന്നുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. KPCCയുടെ മുൻ ഉപാധ്യക്ഷൻ, തൃത്താലയുടെ പ്രിയങ്കരനായ മുൻ MLA ശ്രീ VT ബൽറാം കടന്നു വരുന്നുണ്ട്. നല്ല കയ്യടി അദ്ദേഹത്തിനെ കൊടുത്ത് സ്വീകരിക്കുക. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഈ പരിപാടിയിൽ. VT സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീപത്മനാഭൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു. എനിക്ക് കിടക്കാൻ സ്ഥലം, കഴിക്കാൻ ഭക്ഷണം. ഇന്നലത്തെയും ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ട് കണ്ണി തള്ളിയിരിക്കുക ഞാൻ. പുട്ട്, ഇടിയപ്പം, കടല, മുട്ട, പഴം പുഴുങ്ങിയത്, പിന്നെ പയറുകറി. ഇതെല്ലാം എനിക്ക് തന്നത് മാത്യു സാറാണ്. അങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന മലപ്പുറക്കാർ വർഗീയവാദികളാണെന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത്. എന്താണ് മലപ്പുറംകാരെന്ന് എന്നെ മനസ്സിലാക്കി തന്നത് നിങ്ങളുടെ ഈ നാട്ടിൽ വർഷങ്ങളായി ജീവിക്കുന്ന മാത്യു സാറാണ്. എന്താണ് സ്നേഹം? തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാൻ ക്രിസ്തുമത വിശ്വാസിയായ മാത്യു സാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ
അത് മലപ്പുറത്തിന് മാത്രം അവകാശപ്പെടുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള മലപ്പുറത്തിൻ്റെ സ്നേഹത്തിൽ ഇവിടെ ഹിന്ദു ഉണ്ടാവും, മുസൽമാൻ ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, പാഴ്സി ഉണ്ടാവും, ജൈനൻ ഉണ്ടാവും, സിഖ് ഉണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസം. ആ വിശ്വാസത്തെ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ച് കൊണ്ടുവന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെ വച്ചെനിക്ക് ഒരു അപകടമുണ്ടായാൽ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ടല്ല. അവിടെ എനിക്ക് പെട്ടെന്ന് ഒരു കുപ്പി രക്തം വേണമെന്ന് പറയുമ്പോൾ ഈ രക്തം അടയ്ക്കുന്നത് ഇസ്ലാം മതവിശ്വാസിയുടെ രക്തമാണോ എങ്കിൽ എനിക്ക് വേണ്ട എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കഴിയുമോ? കഴിയില്ല. അങ്ങനെയുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ മനോഹരമായ കൊച്ചു കേരളത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള ആ കേരളത്തിൽ വർഗീയമായി പ്രവർത്തിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും ഈ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ അത് കൊണ്ടുവരികയും ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയനും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും മലപ്പുറം ജില്ലയിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞ ഈ കാര്യം തെരഞ്ഞെടുപ്പിന് 19-ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്താണ്. ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഞാൻ ജവഹർ ബാൽമഞ്ചിൻ്റെ പ്രവർത്തനവുമായി 10-28 സംസ്ഥാനങ്ങളിൽ പോകുന്ന ആളാണ്. പല സ്ഥലങ്ങളിലും നോർത്ത് ഇന്ത്യയിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ കാറ്റിങ്ങോട്ട് വരാതെ അതിനെ ശക്തമായി തടഞ്ഞു നിർത്തുന്നത് ഈ രാജ്യത്തെ UDFും കോൺഗ്രസ് പാർട്ടിയുമാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഈ കേരളത്തിലേക്ക്, ആ കേരളത്തിൽ സ്നേഹത്തിൻ്റെ പ്രതീകമായ ഈ മലപ്പുറം ജില്ലയിലേക്ക് വർഗീയതയെ വലിച്ചു കൊണ്ടുവന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ 9 വർഷക്കാലം ഈ കേരളത്തെ 10 വർഷക്കാലം പുറകോട്ട് വലിച്ചു കളഞ്ഞ അല്ലെങ്കിൽ പുറകോട്ടടിച്ച ആ മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി കൂടി കൊടുക്കുവാൻ മലപ്പുറത്തെ ഈ നിലമ്പൂരിലെ പ്രിയപ്പെട്ട സമ്മതിദാന അവകാശമുള്ള എല്ലാവരും തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഞാൻ 23-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ തിരുവനന്തപുരത്തായിരിക്കും, ചിലപ്പോൾ ഞാൻ ഡൽഹിയിലായിരിക്കും. എവിടെയാണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച വരെയുള്ള ഒരു 12 മണി വരെയുള്ള സമയത്ത് ഞാൻ TV-യുടെ മുമ്പിൽ നിന്ന് മാറില്ല. ഞാൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഞാൻ സംസാരിച്ചു. ഇതുപോലൊരു കുടുംബയോഗത്തിൽ കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു ബൂത്തിൽ ചെന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ മുഖം കണ്ടിട്ട്, ഞാൻ അവിടുത്തെ അമ്മമാരുടെ മുഖം കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്കുറപ്പുണ്ട്, ഒരു സംശയവുമില്ല, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാരൻ വിജയിക്കും. കാരണം അത്രയേറെ ആവേശമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നു. അതേ ആവേശം ഈ നിലമ്പൂരിൽ, ഇവിടത്തെ ഈ 13-ാം വാർഡിൽ ഇവിടെ പ്രിയങ്കരിയായ സാലി നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ കൗൺസിലർ സാലി നേതൃത്വം കൊടുക്കുന്ന ഈ വാർഡിൽ എനിക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്കിടയില്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിലമ്പൂരിൽ 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നിങ്ങളുടെ പ്രിയങ്കരനായ ബാപ്പുട്ടിക്ക കേരള നിയമസഭയിലേക്ക് പോകുമെന്ന് എനിക്കൊരു സംശയവുമില്ല. നിങ്ങൾ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം ചെയ്യണം. കാരണം എനിക്കിത് പറയാൻ മാത്രമേ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ VT ബലറാമിന് ഇത് പറയാൻ മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിക്കാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 9 വർഷക്കാലം വികസനം തൊട്ടുതീണ്ടാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാകണം. ആ കാര്യത്തിൽ നിങ്ങൾ പുറകോട്ട് പോകരുത്. ഇവിടെ ഞാൻ ഒരാളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ 5 കിലോമീറ്റർ അകലെയായി ഒരു സ്ഥലമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. പ്രിയങ്കരനായ കണ്ണൂരിൻ്റെ DCC അധ്യക്ഷൻ ഈ യോഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രിയങ്കരനായ മാർട്ടിൻ ജോർജിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വാഗതം. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പറയാനുള്ളത്, വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അത് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണെങ്കിലും അതിന് തറക്കല്ലിട്ട് അതിന് തുടക്കം കുറിച്ച് അതിനെല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. ഇവിടെ നിങ്ങൾ എറണാകുളത്ത് ചെന്നാൽ ഡൽഹിയിലെ പോലെ തന്നെ മെട്രോ ട്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ 9 വർഷക്കാലമായി ഞാൻ ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി ഇവിടെ തുടക്കം കുറിച്ച് തറക്കല്ലിട്ട് ഈ 9 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു പദ്ധതിയുടെ പേര് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ തുടക്കം കുറിച്ച എല്ലാ പദ്ധതികളും നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ നിന്നാണ് ശ്രീ മാർട്ടിൻ ജോർജ് വരുന്നത്.
അദ്ദേഹത്തിന്റെ നാട്ടിലൊരു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ തുടക്കക്കാരനാരായിരുന്നു? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. പക്ഷെ ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനായിരുന്നു. വിഴിഞ്ഞം പദ്ധതി, ആ വിഴിഞ്ഞം പദ്ധതി തുടക്കം കുറിച്ചപ്പോൾ ആ വിഴിഞ്ഞം നടപ്പാക്കാൻ കഴിയില്ല. ഇവിടെ 16,000 കോടി രൂപയുടെ അഴിമതി പ്രിയങ്കരനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KP ശ്രീകുമാർ കടന്നു വരുന്നു. പ്രിയപ്പെട്ട ശ്രീകുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ആലപ്പുഴയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി അല്ലെ 2-3 ആഴ്ചക്കാലമായി അവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 9 വർഷക്കാലത്തെ വികസന തകർച്ചയ്ക്കുള്ള മറുപടി നിലമ്പൂരുള്ള ജനത ഇന്ന് കൊടുക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മലപ്പുറം ജില്ലയെ വർഗീയതയുടെ കേന്ദ്രമാണെന്ന് അധിക്ഷേപിച്ച മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുക്കാനുള്ള ഏറ്റവും നല്ല അവസരം കൂടിയാണ് ഇത്. ഒരുപാട് നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് കൂടുതൽ വലിയ വർത്തമാനത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബാപ്പുട്ടിക്ക് നിങ്ങളുടെ എല്ലാ സ്നേഹവും നൽകണം. കൈപ്പത്തി അടയാളത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.